നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. രാജ്യത്തെ റേഷൻ വിതരണ സംവിധാനം അടിമുടി മാറുന്നു. റേഷൻ വിതരണത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണം. സംസ്ഥാന സർക്കാർ സഹായമായി 5000 രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭ്യമാവുന്ന പദ്ധതി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത്. കേരള വാട്ടർ അതോറിറ്റിയുടെ വിവരങ്ങൾ പ്രകാരം കുടിവെള്ള കണക്ഷനുകളിലെയും പൊതു ടാപ്പുകളിലെയും ജലമോഷണവും ദുരുപയോഗവും കണ്ടെത്താൻ സഹായിക്കുന്ന പൊതുജനങ്ങൾക്ക് ചുമത്തുന്ന പിഴയുടെ 10%, അതായത് പരമാവധി 5000 രൂപ വരെ പാരിതോഷികമായി ലഭിക്കും. ജലമോഷണവുമായി ബന്ധപ്പെട്ട പ്രധാന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾ ബോധവാന്മാരായിരിക്കണം. പൊതു ടാപ്പുകളിൽ നിന്ന് ഹോസ് ഇട്ട് കിണറുകളിലേക്കും മറ്റും വെള്ളം തിരിച്ചുവിടുന്നത് ഒരു കുറ്റകൃത്യമാണ്. അതുപോലെ തന്നെ വിതരണ ലൈനിൽ നേരിട്ട് മോട്ടോർ വെച്ച് വെള്ളം അടിച്ചെടുക്കുന്നതും ഒരു കുറ്റകൃത്യമാണ്. മറ്റൊരു കുറ്റകൃത്യം എന്ന് പറയുന്നത് വാട്ടർ മീറ്റർ കേടുവരുത്തുകയോ ബൈപ്പാസ് ലൈൻ ഉണ്ടാക്കി മീറ്ററിൽ കാണിക്കാതെ വെള്ളം എടുക്കുകയോ ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമാണ്. അതുപോലെ തന്നെ ഗാർഹിക കണക്ഷനിലെ വെള്ളം ഹോട്ടലുകൾക്കോ നിർമ്മാണ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്നത് ഒരു അനധികൃത ഉപയോഗമാണ്. ഇതും കുറ്റകൃത്യ പരിധിയിൽ വരും. അതുപോലെ തന്നെ ബിൽ അടയ്ക്കാത്തതിനാൽ അതോറിറ്റി വിച്ഛേദിച്ച കണക്ഷൻ അനുമതിയില്ലാതെ സ്വന്തമായി വീണ്ടും ഘടിപ്പിക്കുന്നത് ഒരു കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ്. അതിനായുള്ള ടോൾ ഫ്രീ നമ്പർ എന്ന് പറയുന്നത് 1916 എന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് പരാതി അറിയിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ 5000 രൂപ വരെ പാരിതോഷികം ലഭിക്കും. പരാതി നൽകുന്നവരുടെ വിവരങ്ങൾ പുറത്തുവിടുകയില്ല, അത് രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും. അറിയിപ്പ്: ട്രെയിനുകളിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് കനത്ത തിരിച്ചടിയുമായി ഇന്ത്യൻ റെയിൽവേ. അനധികൃത യാത്രകൾ തടയുന്നതിനും ട്രെയിൻ സർവീസുകൾ സുഗമമായി നടത്തുന്നതിനുമായി ടിക്കറ്റില്ലാ യാത്രക്കാർക്കുള്ള കുറഞ്ഞ പിഴത്തുക റെയിൽവേ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ടിക്കറ്റില്ലാ യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് സമീപകാലത്ത് റെയിൽവേ നേരിടുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ മാത്രം സെൻട്രൽ റെയിൽവേ സോൺ 4.96 ലക്ഷം ടിക്കറ്റില്ലാ യാത്രക്കാരിൽ നിന്നായി 40.85 കോടി രൂപയാണ് പിഴ ഇനത്തിൽ ഈടാക്കിയത്. ഈ സാഹചര്യത്തിലാണ് നടപടികൾ കടുപ്പിക്കാൻ റെയിൽവേ തീരുമാനിച്ചത്. പിഴ 250 രൂപയിൽ നിന്ന് 500 രൂപയായി ഉയർത്തി. 1989 റെയിൽവേ ആക്ട് 137, 138 വകുപ്പുകൾ പ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ പിഴത്തുകയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ 250 രൂപയായിരുന്ന കുറഞ്ഞ പിഴ ഇനി മുതൽ 500 രൂപയായിരിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. റെയിൽവേ നിയമങ്ങൾ പാലിച്ച് കൃത്യമായ ടിക്കറ്റുകൾ കൈവശം വെച്ച് മാത്രം യാത്ര ചെയ്യണമെന്ന് യാത്രക്കാരോട് അധികൃതർ അഭ്യർത്ഥിച്ചു. പുതിയ നിയമ ഭേദഗതി പ്രകാരം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുകയോ റെയിൽവേയെ വഞ്ചിക്കുകയെന്ന ലക്ഷ്യത്തോടെ പഴയ ടിക്കറ്റുകളോ പാസുകളോ വീണ്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും. ടിക്കറ്റ് ഇല്ലാതെ പിടിക്കപ്പെടുന്ന യാത്രക്കാരൻ യാത്ര ചെയ്ത ദൂരത്തിന്റെ യഥാർത്ഥ യാത്രാക്കൂലിക്ക് പുറമെ അതിന് തുല്യമായ തുക അധിക ചാർജായും നൽകണം. ഈ അധിക ചാർജ് കുറഞ്ഞത് 500 രൂപയായിരിക്കും. യാത്രക്കാരൻ ഏത് സ്റ്റേഷനിൽ നിന്നാണ് കയറിയതെന്ന് വ്യക്തമായില്ലെങ്കിൽ ട്രെയിൻ പുറപ്പെട്ട ആദ്യ സ്റ്റേഷൻ മുതലോ അല്ലെങ്കിൽ ഒടുവിൽ ടിക്കറ്റ് പരിശോധന നടന്ന സ്റ്റേഷൻ മുതലോ ഉള്ള ചാർജ് ഈടാക്കും. റെയിൽവേ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്ന പിഴയും യാത്രാക്കൂലിയും അടയ്ക്കാൻ യാത്രക്കാരൻ വിസമ്മതിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്താൽ റെയിൽവേ അധികൃതർക്ക് കോടതിയെ സമീപിക്കാം. കുറ്റം തെളിയിക്കപ്പെട്ടാൽ 6 മാസം വരെ തടവോ 500 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.